നാളെയുടെയും ഇന്നലെയുടെയും മധ്യത്തിലെ ആ ഒഴിവുകാലം ഇതാ കടന്നുപോകുന്നു. വിശ്വപൗരന് ശതകോടി പ്രണാമം. MT വാസുദേവൻ നായർ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. മലയാള സാഹിത്യത്തിന്റെ കുലപതി MT വാസുദേവൻ നായർ ഇനി അക്ഷരങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരിലും ജീവിക്കും. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ബുധനാഴ്ച രാത്രി 10 മണിയോടെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 91 വയസ്സായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ 15-ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച MD ഹൃദയാഘാതത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. 1933 ജൂലൈ 15-ന് പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരിലാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായർ ജനിച്ചത്. പുന്നയൂർ കുളത്തുകാരനായ T നാരായണൻ നായരുടെയും കൂടല്ലൂരുകാരിയായ അമ്മാളു അമ്മയുടെയും ഇളയ മകൻ. തൃശൂർ ജില്ലയിലെ പുന്നയൂർ കുളത്തും പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരുമായിട്ടായിരുന്നു MTയുടെ കുട്ടിക്കാലം. പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, ജെസി ഡാനിയൽ പുരസ്കാരം തുടങ്ങി പ്രസിദ്ധമായ അനേകം പുരസ്കാരങ്ങൾ നൽകി രാജ്യം ആദരിച്ച മഹാവ്യക്തിത്വം. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, നാടകകൃത്ത് തുടങ്ങി സാഹിത്യത്തിന്റെ എല്ലാ മേഖലകളിലും MTയുടെ കയ്യൊപ്പ് പതിഞ്ഞിരുന്നു. പാലക്കാട് വിക്ടോറിയ കോളേജിലെ ഉപരിപഠനത്തിന് ശേഷം അധ്യാപകനായും പത്രാധിപനായും പ്രവർത്തിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാഹിത്യരചന ആരംഭിച്ചു. കോളേജ് പഠനകാലത്ത് ജയകേരളം മാസികയിൽ കഥകൾ അച്ചടിച്ചു വന്നിരുന്നു. വിക്ടോറിയ കോളേജിൽ ബിരുദത്തിന് പഠിക്കുമ്പോഴാണ് MTയുടെ ആദ്യത്തെ കഥാസമാഹാരം പുറത്തിറങ്ങുന്നത്. രക്തം പുരണ്ട മൺതരികൾ എന്ന കഥയായിരുന്നു അത്. 1954-ൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂണൽ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥ 1-ാം സ്ഥാനം നേടി. ഇതോടെ മലയാള സാഹിത്യത്തിൽ MT വാസുദേവൻ നായർ എന്ന മഹാൻ പേരെടുത്തു തുടങ്ങി. 1958-ൽ ആദ്യമായി പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ച നോവലാണ് നാലുകെട്ട്. ആദ്യ നോവലിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. പിൽക്കാലത്ത് സ്വർഗം തുറക്കുന്ന സമയം, ഗോപുരനടയിൽ എന്നീ കൃതികൾക്കും കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചു. 1963-64 കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണിന് തിരക്കഥയെഴുതിക്കൊണ്ട് MT ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിച്ചു. 1973-ൽ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കം ലഭിച്ചു. 50-ലേറെ തിരക്കഥകൾ എഴുതിയിട്ടുള്ള MT വാസുദേവൻ നായർക്ക് 4 തവണ ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു. 1970-ൽ കാലം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും 1985-ൽ 2-ാം മൂഴം നോവലിന് വയലാർ അവാർഡും വാനപ്രസ്ഥത്തിന് ഓടക്കുഴൽ അവാർഡും ലഭിച്ചു. കടവ്, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്കും ദേശീയ പുരസ്കാരവും. ഇതെല്ലാം MTയുടെ കിരീടത്തിലെ പൊൻതൂവലുകളായിരുന്നു. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് 1995-ലെ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന് സമ്മാനിച്ചു. 2005-ൽ പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. MTയുടെ കൃതികൾ നിരവധി ഇന്ത്യൻ ഭാഷകളിലേക്കും വിദേശ ഭാഷകളിലേക്കും മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. ഒരു പേനയിൽ നിന്ന് ഇത്തിരിത്തേൻ തൊട്ടരച്ച പൊന്നുപോലാമക്ഷരങ്ങൾ ഉതിർന്ന് ഭാഷ ധന്യമായി. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ലോകം നിശബ്ദമായി ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് തിരിച്ചറിയുന്നതാണ് എഴുത്തുകാരൻ്റെ ഉത്തരവാദിത്തം. MT ആ ഉത്തരവാദിത്തം അത്രമേൽ അവധാനത്തോടെയും സൗന്ദര്യാത്മകമായും നിറവേറ്റി. കാലം ആവശ്യപ്പെട്ടത് കാലാതിവർത്തിയായി നിറവേറ്റിയ ഇതിഹാസമാകുന്നു MT വാസുദേവൻ നായർ. നിങ്ങൾ എന്തിന് എഴുത്തുകാരനായി എന്ന് ഒരാൾ ചോദിച്ചാൽ എനിക്ക് പറയാനറിയാം. ആദ്യം മുതൽക്കേ ഞാൻ മറ്റൊന്നുമായിരുന്നില്ല എന്ന് MT പറഞ്ഞത് ഒരു പരസ്യ പ്രസ്താവനയാണ്. അതിലെ ഓരോ വാക്കുകളും അർത്ഥവത്താണ്. അത് ജീവിതം കൊണ്ട് തെളിഞ്ഞതുമാണ്. മനുഷ്യനെയും ചേർത്ത് നിർത്തിയ സ്നേഹസ്പർശമായിരുന്നു MT. ഒരു ജനതയെ ആകെ മാതൃഭാഷ എങ്ങനെ എഴുതണം, എങ്ങനെ പറയണമെന്ന് ഒരു പേനയുടെ ബലം കൊണ്ട് നിർണയിക്കാൻ കഴിഞ്ഞ ഒരേയൊരു മനുഷ്യൻ. ചവിട്ടി നിൽക്കുന്ന മണ്ണിനെയും ചുറ്റുമുള്ള മനുഷ്യരെയും പ്രകൃതിയെയും ആദരവോടെയും ആഹ്ലാദത്തോടെയും നോക്കിക്കാണാൻ അദ്ദേഹം മലയാളിയെ പഠിപ്പിച്ചു.
മലയാളത്തിൻ്റെ പുണ്യവും നിലവിളക്കുമായി നിറഞ്ഞു നിന്ന MD രാജ്യത്തിൻ്റെ ഔന്നത്യമായിരുന്നു. മലയാള ഭാഷയുടെ ഇതിഹാസം. സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം തീർത്തത് കേരളത്തിൻ്റെ തന്നെ സാംസ്കാരിക ചരിത്രമാണ്. വാക്കുകൾ തീവ്രമായിരുന്നു. പറയാനുള്ളത് നേരെ പറഞ്ഞു. ആശയങ്ങൾ സ്പഷ്ടമായിരുന്നു. ഭയം അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിനെ പോലും പിറകോട്ട് വലിച്ചില്ല. അങ്ങനെയുള്ളവരാണ് കാലത്തെ അതിജീവിക്കുന്നത്. താൻ തൊട്ട മേഖലകളെല്ലാം അമൂല്യമാക്കി തീർത്ത മലയാളത്തിൻ്റെ സ്വന്തം MD വാസുദേവൻ നായർക്ക് കണ്ണീരിൽ കുതിർന്ന പ്രണാമം.